എല്ലാവർക്കും ബിടിഎസും ബ്ലാക്ക് പിങ്കും എക്സോയും എല്ലാം ഭയങ്കര ജീവനാണ്. അതുകൊണ്ട് തന്നെ ജീസു ബിടിഎസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈവക്കി. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബിടിഎസ് പെർഫോമൻസ് കണ്ടാലോ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ അറിയോ? ചട്ടം പീസ്, നിങ്ങൾക്ക് എവിടെ പോയതായിരുന്നു? ക്ലാസ്സിൽ നിങ്ങളില്ല, എനിക്ക് ഒരു രസവുമില്ലായിരുന്നു. ഈ രണ്ട് കുരിപ്പാടും കൂടി മേയും ചെയ്യും ഞങ്ങളെ വിട്ട് പോയി എന്ന് പറഞ്ഞ എന്തൊരു ഷോ ആയിരുന്നു. പോയി എന്നുള്ളത് സത്യമാണ്. അപ്പോ ഇതാരാ? ഞങ്ങളുടെ പ്രേതമോ? പ്രേതോ? ഞാൻ ഇതുവരെയൊക്കെ പ്രേതത്തെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങളെല്ലാവരും പ്രേതത്തെ കണ്ട് മതി നിൽക്കാണല്ലോ. ഇത് വണ്ടികളെ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് ഞങ്ങളെ വീട്ടിലാണ്. പക്ഷെ ഇവരെ കൊണ്ടെത്തിയ അതാണ് ഈ റിയ പറഞ്ഞത്, നീയും ചെയ്യും ഞങ്ങളെ വിട്ട് പോയി. ഓ അങ്ങനെ. എന്നാലും എന്റെ റിയ, ഞങ്ങൾ ജയിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മരിച്ചെന്ന് പറഞ്ഞത് കുറച്ച് കടുത്ത വയ്യായി പോയില്ലേ? അത് പിന്നെ അങ്ങനെ കേൾക്കാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സുഖം ഞങ്ങൾ ശരിയാക്കി തരുന്നുണ്ട്. വീട്ടിലേക്ക് തന്നെയല്ലേ രണ്ടും വരുന്നത്? അയ്യോ, ഞാൻ മാത്രല്ല, ഇവളും ഉണ്ട്. ഓ ആയിക്കോട്ടെ, രണ്ടുപേർക്കുള്ളത് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി തരുന്നുണ്ട്. 8. എന്തിനാണ് എന്നെ ഇതിൽ കൊടുക്കിയത്? അങ്ങനെ ഇപ്പൊ നീ സുഖമായിട്ട് ഉറങ്ങണ്ട. അങ്ങനെ ഇന്ന് രാത്രി തുറക്കും പോയി. അല്ല ജീസു, നീ പറഞ്ഞോ? ഇല്ലടി, എനിക്ക് പേടിയാവാ. എന്തിന്? അത് പിന്നെ നിനക്ക് എന്നെ ഇഷ്ടമുള്ള കാര്യല്ലേ? അത് നിന്നോടാരാ പറഞ്ഞേ? വേറെ ആരുമില്ല, ഞങ്ങളാണ്. നിങ്ങളോ? ഞങ്ങളുടെ ജീസു കൊച്ചിന് ജാക്സനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അതിന് കുറച്ചു മുമ്പ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളൂ ജീസുവിനെ ഇഷ്ടമാണെന്ന്. അപ്പൊ ഞങ്ങളും പറഞ്ഞു. ഡി മിയ, നീ ചത്തില്ലേ? ചേട്ടൻ മിസ്സും അവിടെ കൂടെ നിന്ന സ്റ്റുഡൻസും അവർക്ക് നേരെ തിരിഞ്ഞു. അതേലോ, ഞാൻ ചത്തതായിരുന്നു.
ഇന്നിവിടെ പാർട്ടി ഉണ്ടെന്ന് സാറ് കല്ലറയിൽ വന്നു പറഞ്ഞു. അപ്പോ ഇനി എണീച്ച് പോന്നതാ. ഇനി ഈ പാർട്ടി കഴിഞ്ഞതിന്റെ ശേഷം അങ്ങോട്ട് തന്നെ പോയി കിടക്കണം. ഡീ, നീ ആരോട് സംസാരിക്കുന്നതെന്ന് അറിയാമോ? പിന്നെ അറിയാലോ, തലയും വാനും തിരിച്ചറിയാത്ത കുറച്ച് പൊട്ടന്മാരോട്. എന്തേ? ഡീ, ഹായ് ശവം, സുഖല്ലേ? എടി സിയ, ഇന്ന് രാത്രി നമുക്ക് ഈ ശവത്തിനെ കല്ലറയിൽ കുഴിച്ചിട്ടാലോ? ഐഷ്, അത് വേണ്ട, ഈ ശവം കൊള്ളത്തില്ല. ഓ, എന്നാ വേണ്ട. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോ സാർ വരുന്നു. ആ നിങ്ങളെത്തിയോ? എന്നാ വാ, എല്ലാരും ഫുഡ് കഴിക്കാം, നിങ്ങൾക്ക് പോകേണ്ടതല്ലേ? അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. അല്ല സിയ, ഇനി നിങ്ങൾ 4 പേരും കോളേജിലേക്ക് പോകുന്നില്ലേ? കോളേജിലേക്ക് പോകുന്നുണ്ട്, ബട്ട് അടുത്ത ഇയർ ആണെന്ന് മാത്രം. അതെന്താ, ഈ ഇയറിൽ എക്സാം എഴുതാതെ എങ്ങനെ തേർഡ് ഇയറിലെത്തും? അതിന് എക്സാം എഴുതുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. എക്സാം എഴുതാൻ വരും, ബട്ട് ക്ലാസ്സിന് വരില്ലെന്നേ ഉള്ളൂ. എടി റോസി, ക്ലാസ്സിൽ വരാതെ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് ഈ മണ്ടന്മാർക്കറിയില്ലേ?